ഒരു പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. യുദ്ധത്തിൻ്റെയൊക്കെ കെടുതികളൊക്കെ കൂടുതലായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുക. ഈ ഹെർമൂസ് കടലിടുക്കിനെ കുറിച്ചൊക്കെ മുമ്പ് നമ്മളധികം ബോധേടൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അവിടെ എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ കൂടുതലായിട്ട് ചിന്തിക്കുക. അപ്പോൾ ഈ ഒരു യുദ്ധം വന്ന സമയത്ത് തന്നെ പല പള്ളികളിലും അനൗൺസ്മെൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ലോകസമാധാനത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് ഈസ്റ്ററിൻ്റെയൊക്കെ സമയത്ത് നമ്മൾ അതിനു വേണ്ടി ഒരു സമയം കണ്ടെത്തി അതിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ എവിടെയോ നടക്കുന്ന യുദ്ധത്തിന് വേണ്ടി നമ്മളെന്തിനാണ്, നമ്മളെ അതൊന്നും ബാധിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്തയാണ് പലപ്പോഴും നമ്മളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഇപ്പോൾ ഗ്യാസ് ബുക്ക് ചെയ്ത് 1 മാസമായിട്ട് ആ ഗ്യാസ് നമ്മുടെ അടുക്കിലേക്ക് എത്താതെ വരുമ്പോഴാണ് നമ്മൾ അയ്യോ ആ യുദ്ധത്തിൻ്റെ കെടുതി എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത് അല്ലേ. അതൊരു നമ്മുടെ മനുഷ്യരുടെ എല്ലാ ഒരു പ്രശ്നമാണ്. മറ്റെവിടെയോ നടക്കുന്ന ഒരു കാര്യം എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത പലപ്പോഴും നമുക്കെല്ലാവർക്കും ഉണ്ട് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കുക, അയലക്കത്തെ വീട്ടിലൊരു വഴക്ക് നടക്കുമ്പോൾ അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ, അവിടെ വല്ലതും നടക്കുന്ന വഴക്കല്ലേ എന്ന് ചിന്തിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ബോധേടല്ല പലപ്പോഴും. പക്ഷേ നമ്മളെല്ലാവരും കണക്റ്റഡാണ് എന്ന ഒരു സന്ദേശമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലിടുക്കിൽ ആ ഒരു യുദ്ധം നടന്നപ്പോൾ ഇറാൻ അതിനുവേണ്ടി ഒത്തിരിയേറെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ ഓർത്തില്ല നമ്മളെയും ബാധിക്കുന്ന ഒരു കാര്യമാണിത്. അങ്ങനെ നടക്കുന്നൊരു സംഭവം എങ്ങനെ എന്നെ ബാധിക്കുമെന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിച്ചത്. അപ്പോൾ പ്രിയമുള്ളവർ, ഈ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഒരു കണ്ണു തുറക്കാനുള്ളൊരു അവസരമാണ്. എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് പതിയെ നമ്മളിലേക്ക് എത്തും, നമ്മളെയും ബാധിച്ചു തുടങ്ങും. അതുപോലെ തന്നെയാണ് കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ഒരു ഇടവക സമൂഹത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പതിയെ നമ്മളെയും ബാധിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഒരു സാമൂഹിക വിഷയം തന്നെ എടുത്തു കഴിഞ്ഞാലും അത് തന്നെയാണ്. അത് അവിടെ നടക്കുന്ന ഒരു സംഭവമല്ലേ, എന്നെ ബാധിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പതിയെ അത് നമ്മളെയും ബാധിക്കും. ഇപ്പോൾ നമുക്കറിയാം പലയിടത്തും ഫ്യൂല് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയുണ്ട്. നഗര പമ്പുകളിലൊക്കെ വില കൂടിയ അവസ്ഥ. അപ്പോൾ നമ്മൾ സ്ഥിരം അടിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് പോലും പോയി അടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് അത് എത്രമാത്രം ഭീകരമായിട്ട് മാറുന്നു എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ എല്ലാവരും ആഞ്ഞു കടന്ന് പ്രാർത്ഥിക്കുക എത്രയും വേഗം ഇതൊന്ന് തീർന്നാൽ മതി. കാരണം ഫ്ലൈറ്റുകളുടെ പോലും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. യാത്ര ചെയ്യാൻ വേണ്ടി അന്വേഷിക്കുമ്പോൾ ടിക്കറ്റുകൾക്ക് വല്ലാത്ത പ്രൈസ്, അങ്ങനെ പല രീതിയിലും. അതുകൊണ്ട് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, നമ്മൾ ഈസ്റ്റർ സമയത്തൊക്കെ ഓരോ പള്ളികളെ ആഹ്വാനം ചെയ്ത് വെറുതെ അല്ല. ഇതുപോലെ യുദ്ധക്കെടുതികൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥിക്കുക എത്രയും വേഗം ഇതൊന്ന് അവസാനിക്കാൻ വേണ്ടി, എത്രയും വേഗം ഇത് നയിക്കുന്നവർക്ക് ഒരു ബോധോദയം ഉണ്ടാകാൻ വേണ്ടി. കാരണം ഇത് അസ്ഥിക്ക് പിടിച്ചു കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നമ്മളെയും കൂടി ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തിരിച്ചറിയുന്നത് വളരെ വൈകിയായിരിക്കും. അപ്പോൾ നമ്മൾ പറയുന്ന പ്രതിവിധികളൊന്നും ചിലപ്പോൾ മറ്റുള്ളവർ ഏറ്റെടുക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം ഡാമേജ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ട്രംപ് അനുഭവിക്കുന്ന ഒരു അവസ്ഥ അത് തന്നെയാണ്. ആദ്യം ഇറങ്ങി തിരിച്ചപ്പോൾ എത്രയും വേഗം ഇതെല്ലാം പണി തീർത്ത് മുന്നോട്ട് പോകാമെന്നായിരുന്നു ഓർത്തിരുന്നത്. പക്ഷേ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഉദ്ദേശിച്ച പോലെ നിൽക്കുന്നൊന്നല്ല, ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ പറയുന്ന കണ്ടീഷനൊന്നും അവർ ഏറ്റെടുക്കില്ല. ഇപ്പോൾ അവസാനിപ്പിക്കാനും പറ്റുന്നില്ല. തുടങ്ങിയത് ഒത്തിരി നഷ്ടം കൊണ്ടുവന്നു. ഇനി അത് മറികടക്കാൻ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരവസ്ഥ. അപ്പോൾ അതെല്ലാം ആയപ്പോൾ ഒരു ഭ്രാന്തി പിടിച്ച അവസ്ഥയാണ്. എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന അറിയാത്ത അവസ്ഥ. അതിനിടയിൽ പോപ്പിനെ പോയും ചീത്ത പറയുന്ന ഒരവസ്ഥയിലേക്ക് മാറി. പോപ്പ് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളല്ല, ലോക സമാധാനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷേ അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഈ യുദ്ധത്തിൻ്റെ കാര്യം ആളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നന്നായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. ആ ഒരു ബോധ്യം ഉണ്ടായിരിക്കണം. അതിന് വേണ്ടിയാട്ടോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. അപ്പോൾ യുദ്ധക്കെടുതികൾ നമ്മൾ അനുഭവിച്ച് തുടങ്ങുമ്പോൾ മാത്രമല്ല അതിൻ്റെ ഭീകരത മനസ്സിലാക്കേണ്ടത്. മറിച്ച് ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അത് രണ്ടു കൂട്ടർക്കും ഒത്തിരിയേറെ ബാധിക്കുന്ന ഒന്നാണ്. പലരുടെയും ലൈഫിനും ബാധിക്കുന്നതാണ്. ഒത്തിരിയേറെ ജീവൻ പോകുന്ന കാര്യമാണ്. അതെല്ലാം മനസ്സിലാക്കി അതില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെല്ലാവരും എത്തിച്ചേരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രത്യേകം പരിശ്രമിക്കാം. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ട് ഇതിനെ കാണുക. ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണെന്ന് എനിക്കറിയാം, പക്ഷേ വലിയൊരു സന്ദേശം അതിൽ ഒളിച്ചിരിക്കുന്നുണ്ട്. അത് കണ്ടെത്തി ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് ഒരുമയോടെ പോരാടാം. അതിന് കർത്താവ് നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ക്ഷമയോടെ കാത്തിരിക്കും.